പ്രജിൻ പ്രതാപിൻ്റെ ഡാൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോടിൽ നിന്നും വരികയാണ് പ്രജിൻ ആൻഡ് ടീം നമ്മുടെ കാഞ്ഞങ്ങാടുകാരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ വേണ്ടി. ഒപ്പം ഇന്ന് പ്രജിൻ ഏറ്റവും ഹിറ്റായിട്ടുള്ള പ്രജിൻ്റെ വീഡിയോസിൽ ഒന്നാണ് മതിമുഖി മാലകൾ. അപ്പോൾ എന്തായാലും പ്രജിൻ പ്രതാപ് ആൻഡ് ടീം, ലെറ്റ്സ് വെൽക്കം ദിസ് ബ്യൂട്ടിഫുൾ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഹു ആർ ഓൾസോ ഹിസ് സ്റ്റുഡൻസ്. പ്രജിൻ പ്രതാപ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ജനം പെയ്യുന്ന കല്യാണമേളം, അഞ്ജന കണ്ണെഴുതി നിന്നു പെൺമേഘം, പൊൻപുടവ നെയ്യാൻ തുടങ്ങി പുലർക്കാലം, താലിക്കു പൊന്നുമായി തിങ്കളിൻ താലം. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമമണിഞ്ഞൊരുങ്ങ്, മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമമണിഞ്ഞൊരുങ്ങ്, മിന്നി നിൽക്കൂ വിളക്കായി നിൽക്കൂ നിൽക്കൂ പൂനിലാവാൻ, പ്രണയരാഗില മലരേ പ്രണയപരാഗില മലരേ. പെണ്ണിന്റെ കണ്ണില് പുത്തിരി കത്തുമ്പം പകലിയും മത്താപ്പും വേറെ വേണോ? പെണ്ണിന്റെ കണ്ണില് പുത്തിരി കത്തുമ്പം പകലിയും മത്താപ്പും വേറെ വേണോ? നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? വാരത്തോരം വിളി വേറെ വേണോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഒരു ഗ്യാപ്പിന് ശേഷം ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീം മലയാളികൾക്ക് ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ ടീമിൽ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിലും എൻ്റെ പ്രൊഫഷനിലും ബ്രേക്കായിട്ടുള്ളൊരു പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്, മീശമാധവനിലെ സോങ്ങാണ്. സുജാത ചേച്ചിയുടെ കൂടെ പാടിയ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പാടും.
വസന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ ചിമിഴിൽ കണ്ടീല കളപ്പുറക്കോണയിൽ നീ കാത്തു നിന്നില്ല പാട്ടൊന്നും പാടില്ല പാട്ടൊന്നും പാടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. 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 കരിമിഴിക്കുരുവിയെ കണ്ടീല നീ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീലക്കണ്ണിൽ നീ നിത്യം വയ്ക്കും ഈ എണ്ണ തിരിയായി നിന്നീല മഴ തഴപ്പായ നീർത്തിനി വിളിച്ചീല മാറോടു ചേർത്തില മാറോടു ചേർത്തില നീ പണ്ടേ കരിമിഴിക്കുരുവിയെ കണ്ടീല നീ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കരിമിഴിക്കുരുവിയെ കണ്ടീല നീ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. താങ്ക് യു. താങ്ക് യു. പഴനിമല മുരുകന് പള്ളിവേലായുധ പാറിപ്പറക്കുന്ന ഒന്മയിൽ വാഹനോ മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക പടിവേല ഹര ഹരോ ഹര 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 ഹരോ കാങ്കിണക്ക തില്ലം തില്ലം കളാങ്കിണക്ക ചെണ്ടമൃദംഗം ഏലക്കാവിൽ പൂരക്കാവടി പൂവിക്കോലടി വാണ്ടിപ്പറയും നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പാറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിന് കെട്ടി തോതര കടകമുടിയും പടയും പാളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്ക തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ പഠിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ വെങ്കിടേശ നക്കില ഭക്കില ഭയില കുഞ്ഞിലെ മുച്ചുപിറാക്കിക്ക് തേവാരത്തിനു തൈമാസത്തിനു കല്യാണത്തിന് കറുകറുകായി കറുത്ത മുത്തോളെ ചമയം കൊയ്തെടുത്ത് തങ്കമെഴുത കണ്ട കാമാരിയം കുടമെടു അക്കുടമഴേ ഏതാങ്കിണക്ക ഏതളാങ്കിണക്ക ഏതാങ്കിണക്ക തില്ലം തില്ലം തളാങ്കിണക്ക ചെണ്ടമഴം മേലക്കാവിൽ പൂരക്കാവട് പീലിക്കോലടി വാണ്ടി പറഞ്ഞു
കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം തൃത്താല ശങ്കരൻ ഉണ്ണി കുടമാളു കേശവൻ അങ്ങനെ പല കൂട്ടം കൊലകൊമ്പന്നിറങ്ങി അമ്പോറ്റി തമ്പ്രാൻ ഗണപതി വമ്പേറ്റു വാമനമൂർത്തി വരനേകാൻ മനതാരിൽ തെളിഞ്ഞേ എതിരെ ഇനിയും അരുത് കുരുതി മകനെ കലികാല കുലദൈവമേ തേനക്കാരുടെ ചെറുമകൾ അവളുടെ കടമിൽ അമ്പിൽ തുമ്പിയുടെ കച്ചവറുക്കി വെളുത്തുവഴത്തി ചുറ്റി നടന്നു അമ്പലമുറ്റ പറയാൽ തറയും കഥകളി മേളം കണ്ടുമടങ്ങി വരുമ്പോൾ വേഷം കെട്ടിടഞ്ഞു അയ്യയ്യേ മച്ചമ്പിയേ നാടാറിഞ്ഞേ മച്ചമ്പിയേ അയ്യയ്യേ മച്ചമ്പിയേ ചെണ്ടവളങ്കേലക്കാവിൽ പൂരക്കാവടി പീരിക്കോലടി മാറ്റി കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം കാറ്റാടി കൊമ്പിലിരുന്നൊരു കാക്കാത്തിരുന്ന് വിളിച്ചു പൊടിയെന്നു മറിമായം വേണ്ട കുമ്മാള കോണകമോടെ കുഞ്ഞാന കളിച്ചു നടക്കും കരുവാടി ചെറുക്കാണി പോടാ എരിയും കുടിലേ എരിഞ്ഞു കരിഞ്ഞ കഴുത്തോൾ കൂടാതെ കൂട്ടം കച്ചേരിക്കാൻ ചെറുകരി പറയും ഒരൊറ്റക്കുണ്ട് കുളത്തിൽ ചാടി ഇടവെരു വഴി ഓടി മറഞ്ഞ ഭൂതപ്രേതം ശാസ്ത്രകണക്ക് ഭൂമിച്ചു നാട് കുലുക്കി കൊണ്ടുകുലുക്കി കരുവനായി നടപ്പാടോട് അയ്യയ്യേ ചമ്പിയേ നടറിഞ്ഞേ അയ്യയ്യേ ചമ്പിയേ ഏതാങ്കിണക്ക കില്ലം കില്ലം തലാങ്കിണക്ക ചെണ്ടമൃഗങ്കം ഏലക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പറയും കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം കാവടി വേണം പറയടി വേണം പറയടി വേണം കാവടി വേണം കാവടി വേണം പറയടി വേണം പറയടി വേണം കാവടി വേണം കാവടി വേണം പറയടി വേണം പറയടി വേണം കാവടി വേണം. Thank you so much, Shweta, Ashima, Gautam, and Sharifka. Can we have all these three amazing people onto the stage, please? Let me welcome Sri Arjun Ashokan along with Ms. Navya Nair and Anu Sitara. Please, can you join us onto the stage? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴാണ് വിഷു ഓണായത്. അപ്പോൾ കാഞ്ഞങ്ങാടാണ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലമാണ്. കാരണം പ്രണയവിലാസം തന്നെ പടത്തിന് വേണ്ടി ഒരു 1.5 മാസത്തോളം കാഞ്ഞങ്ങാട് ഉണ്ടായി. നല്ല ആൾക്കാരൊക്കെ തന്നെ, നല്ല ഫുഡും കിട്ടാണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ തിരിച്ച് വിഷുവിന് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാനായിട്ട് കാഞ്ഞങ്ങാടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഇതെന്താണ് ഒരു എനർജി ഇല്ലാത്ത വിഷുവൊക്കെ അല്ലേ? എന്താണ് ഒച്ച ഉണ്ടാക്കാണോ? അപ്പോൾ പൊളി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ പരിപാടിയൊക്കെ? അതിനെന്തൊരു കുറവ്, എന്തോ ഒരു ക്ഷീണം. ആ എനർജി ഡ്രിങ്ക് വിതരണം ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ ഉഷാറായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, കാണാം. ബാക്കി ഇവര് സംസാരിക്കട്ടെ അല്ലേ? പിന്നെ ചോദിക്കുന്നില്ല, അപ്പൊ പറയാ. ഓക്കെ, അപ്പൊ ഞാൻ എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അർജുനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരു സുവർണ അവസരം ഞാൻ തരികയാണ്. എനിക്കറിയാം ഇതൊരു സാധാരണ കാഴ്ചയല്ല. നമ്മുടെ നാട്ടിൽ
മെഗാസ്റ്റാർസിനെ അടുത്ത് കിട്ടുക, ഇങ്ങനെ കാണുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. അതും പെട്ടെന്ന് ആയിക്കോണം, നമ്മുടെ സമയം പോവാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം. എന്തെങ്കിലുമൊക്കെ അർജുൻ്റെ അടുത്ത് പോയി ചോദിക്കാനുണ്ടോ? കമോൺ, യെസ്. ആരവിടെ? എന്താണ് ചോദിക്കാനുള്ളത്? മുന്നിൽ ഇവിടേക്ക് വരൂ, എന്നിട്ട് ചോദിച്ചോളൂ, ഒട്ടും പഠിക്കണ്ട. ഓക്കെ, എനിക്ക് തോന്നിയിരുന്നു. അതിന് നമുക്കൊരു മ്യൂസിക് വേണം. വേറൊന്നുമല്ല, രോമാഞ്ചം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അർജുൻ ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മളിൽ പലരും പരീക്ഷിച്ചിട്ടും അവിടം വരെ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് അർജുൻ്റെ രോമാഞ്ചത്തിൽ നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആ കാര്യം, രോമാഞ്ചത്തിലെ ഒരു പാട്ടും മ്യൂസിക് എടുക്കാമോ? ജസ്റ്റ് ഒരു ഫീലിന് എങ്ങനെയുണ്ട്? ആ ഫീലിലൂടെ നമുക്ക് അർജുൻ്റെ രോമാഞ്ചം തന്ന ആ കാര്യം നമുക്ക് കണ്ടു നോക്കാം. ഞാൻ 1 2 3 എന്ന് പറയുമ്പം എൻ്റെ ഒപ്പം പാടിക്കോണം. അർജുൻ ഇവിടെ വന്നിട്ട് ആ സംഭവം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഇത് ഭയങ്കര റൊമാൻറ്റിക് പാട്ട് പോലെ പോയല്ല. രോമാഞ്ചം ലേശം മാറിപ്പോയി. പാട്ട് മാറി. ഇവിടെ 3 വാതിലിൽ ആ വാതിലിൽ പാടാം എന്നൊക്കെയാണ് ഇവർ. പക്ഷെ നമ്മൾക്കത് പോരാ. നവ്യ ചേച്ചി, നമ്മൾ നേരത്തെ ഇവിടെ വന്ന ഉടനെ എല്ലാവരും ബാലാമണി ബാലാമണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാവം നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ ചുമ്മാ വന്ന് 2 വാക്ക് സംസാരിച്ച് പോവാൻ അത് മതിയോ? അല്ലേ? ഒരു 2 സ്റ്റെപ്പ് അല്ലേ? ആ മൗലിയിൽ മയിൽപീലി ചാർത്തി വെച്ചുകൊണ്ട് ഒരു 2 സ്റ്റെപ്പും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട്ടുകാർക്ക് ശരിക്കും സംതൃപ്തിയാവും. ഒന്നുമില്ല, നമ്മളൊക്കെ കൂടി സൈഡിലുണ്ട്. ജസ്റ്റ് 2 പേര് ആവുന്ന രീതിയിൽ ചെറിയ 2 സ്റ്റെപ്പ് ഇട്ട് തരുമോ? മൗലിയിൽ സ്റ്റെപ്പ് അത്ര മാത്രം മതി, ഒരു സ്റ്റെപ്പ്. കാരണം നമുക്ക് ആഗ്രഹിച്ചത് ഒരു വലിയ പെർഫോമൻസ് ആയിരുന്നു, അത് കിട്ടില്ല. പറയാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ശില്പ എനിക്ക് നേരത്തെ പരിചയമുള്ള കുട്ടിയാണ്. എനിക്ക് ശില്പ കാഞ്ഞങ്ങാട്ടുകാരിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യം തന്നെ ഈ വണ്ടർഫുൾ ഓഡിറ്റോറിയം, ഞാൻ ഒരിക്കലും കാഞ്ഞങ്ങാട് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു എന്താ പറയുക ഓഡിറ്റോറിയം ഒരിക്കലും അങ്ങനെ ഞാൻ കുറച്ച് കാണുന്നു എന്ന് വിചാരിക്കേണ്ട. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ ആണ് ഈ പ്രോഗ്രാം നടക്കുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അത് ശരിക്കും നല്ലൊരു ഫീൽ. എന്ന് വെച്ചാൽ ഓഡിയൻസിന് പ്രോഗ്രാംസൊക്കെ നടത്തിയാൽ നന്നായി കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ആണ്. സോ ആദ്യം തന്നെ അത്തരത്തിലൊരു സ്റ്റേജിൽ എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം എന്ന് പറയട്ടെ. അർജുൻ, ഞാനിപ്പോൾ അർജുനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രോഗ്രാമിൽ നിൽക്കുന്ന 2nd ടൈമാണ് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത്. അർജുൻ അന്ന് ഞാൻ കാണുന്ന സമയത്ത് രോമാഞ്ചം മാത്രമല്ല അർജുൻ്റെ, പക്ഷേ രോമാഞ്ചമായിരുന്നു അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അർജുൻ്റെ പെർഫോമൻസ്. പക്ഷേ വൺസ് ഐ വാച്ച് ബ്രഹ്മയുഗം, നത്തിങ് ക്യാൻ ബീറ്റ് അർജുൻ. ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് അർജുൻ അശോകനായിരുന്നു ബ്രഹ്മയുഗം. കാരണം മമ്മൂക്കയെ പോലെയുള്ളൊരു അതുല്യ നടൻ്റെ കൂടെ സിദ്ധാർത്ഥും അർജുനും പെർഫോം ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആക്ച്വലി. അപ്പോൾ അത്രയും വലിയൊരു പെർഫോമറിൻ്റെ മുൻപിൽ ലോകം കണ്ട ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നമുക്ക് തന്നിട്ടുള്ള പെർഫോമറാണ് ശരിക്കും ലാലേട്ടനും മമ്മൂക്കയും. ഇവരോടൊപ്പമൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അവരോടൊപ്പമൊക്കെ ഇത്രയും വലിയൊരു ക്യാരക്ടർ, വളരെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ ആ ഹോൾ ഫിലിമിൽ. അത് പിടിച്ചു നിർത്തി അങ്ങനെ ഓഡിയൻസിൻ്റെ കയ്യടി വാങ്ങുന്നൊരു പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൈ ഓൾ ടൈം ഫേവറേറ്റ് ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ മകൻ തന്നെയാണ് അർജുൻ അശോകൻ. ആൻഡ് ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും, പിന്നെ അനുവിനെ ഞാൻ പറഞ്ഞു, നമ്മൾ നേരിട്ട് 2 പേരും ഡാൻസേഴ്സാണ് ഇൻ കോമൺ. അവരെ 2 പേരെയും, ഹസ്ബൻഡിനെയും വൈഫിനെയും 2 പേരെയും പേഴ്സണലി എനിക്കറിയാം. ആൻഡ് ഐ എം സോ ഹാപ്പി ടു അഗെയിൻ ഷെയർ എ സ്റ്റേജ്. ആൻഡ് മിസ്റ്റർ രാജ്മോഹൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. നേരത്തെ പറഞ്ഞൊരു കാര്യം
വരുന്ന തലമുറയ്ക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം 12 വർഷം മുൻപ് 200 രൂപ ടിക്കറ്റ് എടുത്ത് സ്റ്റേജ് ഷോ കാണാൻ ഞാൻ ബാക്കിൽ നിന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു വലിയ ഷോ കാഞ്ഞങ്ങാട് എനിക്ക് ചെയ്യണം എന്ന്. 12 വർഷത്തിനിപ്പുറം ഫ്രണ്ട് സീറ്റിലിരുന്ന് ആ ഷോ നടത്താൻ പാകത്തിന് ഈശ്വരൻ നിങ്ങളെ എത്തിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ വിഷനാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വിഷു. നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. കാരണം വിഷുവിന് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പ്രോഗ്രാം ഇല്ല. വൈകുന്നേരമായ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യണ സമയമാണ്. പക്ഷെ നിങ്ങൾക്ക് വിഷു ഇനിയും ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചു പൊളിക്കാനുള്ളൊരു അവസരമാണ് കിട്ടിയേക്കണേ. ഞാൻ രാജേട്ടനും സ്മൃതിയൊക്കെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട് ഒരു ഡാൻസ് സ്കൂളിൻ്റെ പ്രോഗ്രാമിന് പോയ സമയത്ത്. അപ്പോൾ ആ സമയം മുതലേ പലേഡിയം കൺവെൻഷൻ സെൻറ്റർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വലിയ കൺവെൻഷൻ സെൻറ്റർ ആണ്. അവിടെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത് രാജേട്ടൻ്റെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയം മുതലേ ഈ പ്രോഗ്രാമിനെ പറ്റി ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പാടുണ്ട്. അവർ അത്രയും നാൾ മുന്നേ ഇതിനെക്കുറിച്ച് ആലോചിച്ച് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം ആ ഹാർഡ് വർക്കിന് ഞാനും വിഷസ് പറയുകയാണ്. പിന്നെന്താണ്, എനിക്ക് കാഞ്ഞങ്ങാട് ഞാനൊരു 1-2 പ്രോഗ്രാംസിന് വന്നിട്ടുണ്ട്, ചെറിയ 1-2 പ്രോഗ്രാംസിന്. അതിനല്ലാണ്ട് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയത്. ഓഡിയൻസിൻ്റെ എനർജി ഒരു രക്ഷയുമില്ല കേട്ടോ. ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും നിങ്ങളുടെ കയ്യടി അത് വലിയത് തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ്, നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഇനിയും കാഞ്ഞങ്ങാട് വരട്ടെ. ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഈ വേദിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യണ്ടേ? നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചോദിച്ചു നോക്കണോ? നിങ്ങളുടെ കയ്യടിയുടെ ബഹളം പോലെ ഇരിക്കും ബാക്കി. പോരാ പോരാ, കുറച്ചുകൂടി, ഒന്നുകൂടി. നവ്യ ചേച്ചിക്കും മനുവിനും വേണ്ടിയിട്ടാണ് ഇത്. മൗലിയിൽ പാട്ട് വെച്ച് ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യോ? വിഷു അല്ലേ, ഒരു കുഴപ്പമില്ല. നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല. വിഷു ദിനത്തിൽ നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ജസ്റ്റ് 2 അത്രേ ഉള്ളൂ. എന്ന് പറയുന്നത്. Please give them a big round of applause. What a moment. Spontaneity of true artists right in front of your eyes. Thank you so much Anu and Navi ചേച്ചി for that spirit. നമുക്ക് പ്രധാനപ്പെട്ട ചില വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കാനുണ്ട് just for an inauguration. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് the person behind this event today, Mr. Raj Mohan, along with Mrs. Smriti Raj Mohan, ഒപ്പം Mr. A.V. പ്രഭാകരൻ, അമന്ത്രിയ ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജർ, അദ്ദേഹത്തെയും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ അമന്ത്രിയൻ്റെ ഒരു ഗ്രൂപ്പ് ലോഞ്ചാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അമന്ത്രിയ ഗ്രൂപ്പ് വെറും അമന്ത്രിയ ഈവൻറ്റ്സ് മാത്രമല്ല, അവർ ഒരുപാട് ഏരിയാസിൽ അവർ വെഞ്ചർ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. വിതിൻ 5 years ഓഫ് ടൈം അമന്ത്രിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സംരംഭങ്ങൾക്ക് വളരെ മേലെ നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കും. അതിലൊന്നാണ് ലാവോ ലോഞ്ച് എന്ന് പറയുന്നത്. ഫെസിലിറ്റി മാനേജ്മെൻറ്റും കൂടിയാണ് ലാവോ ലോഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ അമന്ത്രിയ ഗ്രൂപ്പ് ലോഞ്ചിൻ്റെ ഒരു ചെറിയ വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ആൻഡ് വി വിൽ ബി ഒഫീഷ്യലി ലോഞ്ചിങ് അമന്ത്രിയ ഗ്രൂപ്പ് റൈറ്റ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. ക്യാൻ വി ഹാവ് ദ വീഡിയോ ഫോർ അമന്ത്രിയ ഗ്രൂപ്പ് പ്ലീസ്? घोषणा
ശ്രേയ ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ലോഞ്ച്, പിന്നെ ലാവോയും കൂടി നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ലാവോ ലോഞ്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ലോണ്ടറി സർവീസസ്. അതായത് നമ്മൾ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് ഹൈ ക്ലാസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വെഞ്ചറാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ദെയർ അറ്റ് അവർ ഫിംഗർ ട്രിപ്സ്. സോ ലെറ്റ്സ് ഹാവ് ദ വീഡിയോ ഓഫ് ലാവോ ലോഞ്ച് as well here playing right here. ഓക്കെ, മീൻ വൈൽ നമ്മൾക്ക് കുറച്ച് മൊമെൻറ്റോസ് ഏൽപ്പിക്കാനുണ്ട്. നമ്മൾ ഇന്നത്തെ ഈവെൻറ്റിന് പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നമുക്ക് നൽകിയ നമ്മുടെ സ്പോൺസേഴ്സ് ഓഫ് ടുനൈറ്റ്. സോ കൻ ഐ പ്ലീസ് ഹാവ് ഓൺ സ്റ്റേജ് മിസ്റ്റർ നിർമ്മിഷ് ഡി, ദ ബ്രാഞ്ച് മാനേജർ ഓഫ് SBI നീലേശ്വരം. നിർമ്മിത് സർ ഒന്ന് വേദിയിലേക്ക് വരാമോ? നിർമ്മിഷ് സാറിന് മൊമെൻറ്റോ നൽകാനായിട്ട് ഞാൻ നവ്യ ചേച്ചിയെ റിക്വസ്റ്റ് ചെയ്യാണ്. ക്യാൻ വി ഹാവ് ദ മൊമെൻറ്റോ ഫോർ മിസ്റ്റർ നിർമ്മിഷ് പ്ലീസ്? നമ്മുടെ ഇന്നത്തെ ഈവെൻറ്റിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് നൽകിയ നവ്യ ചേച്ചി മിസ്റ്റർ നിർമ്മിഷിന് അത് ഏൽപ്പിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ആകാശ് ജോസ്ബിൻ, AJ ഗ്രൂപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫൗണ്ടറായ ആകാശ് ജോസ്ബിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മൊമെൻറ്റോ പ്ലീസ്. AJ Group of Advertisement, the perfect advertising partner. മൊമെൻറ്റോ നൽകുന്നത് മിസ്റ്റർ അനു സിതാര ടു മിസ്റ്റർ ആകാശ് ജോബിൻ. ഇനി അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ഖാലിദ്, ഹു ഇസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് മൻസൂർ ഹോസ്പിറ്റൽ. നമുക്ക് വളരെയധികം സപ്പോർട്ടാണ് അദ്ദേഹം ഈ ഇവൻറ്റിന് നൽകിയിരിക്കുന്നത്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഹിസ് ബീൻ ദെയർ ഫുൾ ഓൺ സപ്പോർട്ടിങ് അസ്. സോ മിസ്റ്റർ ഖാലിദിന് മൊമെൻറ്റോ നൽകാനായി അർജുനെ റിക്വസ്റ്റ് ചെയ്യാണ്. അർജുൻ, പ്ലീസ് കെൻ യു ഹാൻഡ് ഓവർ ദ മൊമെൻറ്റോ ടു മിസ്റ്റർ ഖാലിദ്, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് മൻസൂർ ഹോസ്പിറ്റൽ. താങ്ക് യു സർ. ഞാൻ വേദിയിലേക്ക് മിസ്റ്റർ ധനേഷിനെ സ്വാഗതം ചെയ്യാണ്. നോഡ് വർത്ത് സ്പെൻഡിങ് ഇൻ്റലിജൻസ് മിസ്റ്റർ ധനേഷ്, ഹെൽത്ത് മോണിറ്ററിംഗ് ആൻഡ് ലൈഫ് സേവിംഗ് സിസ്റ്റംസ് ആണ് അവരുടെ സംരംഭം. സോ ഐ റിക്വസ്റ്റ് നവി ചേച്ചി ടു ഡു ദി ഓണേഴ്സ് ഓഫ് ഹാൻഡിങ് ഓവർ ദ മൊമെൻറ്റോ. ക്യാൻ വി ഹാവ് എ വീഡിയോ ഓഫ് നോഡ് ഇൻ്റലിജൻസ് പ്ലീസ്? നമ്മൾ ഒഫീഷ്യലി നോഡ് എന്ന വിഷൻ എന്താണ് എന്ന് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. സിസ്റ്റംസ് എന്ന നോഡ് എന്ന ഈ സംരംഭത്തിന് ഒരു വലിയ കയ്യടി ഇദ്ദേഹത്തിന് കൊടുക്കണം. നമ്മൾ അങ്ങനെ ഒഫീഷ്യലി അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ധനേഷ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു രാജ്മോഹൻ സർ. താങ്ക് യു സർ. താങ്ക് യു മിസ്സസ് സ്മൃതി രാജ്മോഹൻ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അർജുൻ, ഒരു വിഷുദിനമാണ്. എല്ലാവരും രാവിലെ കണി കണ്ട് ഉണർന്നു. അത് കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരത്തെ കണി നിങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള വർഷം എങ്ങനെയായിരിക്കും എന്ന് ആ ഭാഗ്യം പോലെ ഇരിക്കും. വിഷിക്കണിന്ന് കേൾക്കുമ്പോൾ അച്ഛനെയാണ് ഓർമ്മ വന്നത്, മീശമാധവ്. അപ്പോൾ അത് എല്ലാ വർഷവും എല്ലാ വിഷുവിനും എൻ്റെ സ്റ്റാറ്റസ് അതാണ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അച്ഛനെ വെറുതെ ഇടാന്ന് വെച്ച്. അത് മോശമല്ല. എല്ലാവരും എന്തോ ഒരാൾ സംസാരിക്കണം, എല്ലാവരും ഒന്ന് കേൾക്കണടാ. ഒരാൾ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും. എന്താണ് എന്ത് ചേട്ടാ, നിങ്ങൾ നമുക്ക് ബാക്ക് സ്റ്റേജിൽ പോയി കാണിച്ചിട്ട് വരാം. വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിഷു ആശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് മൂവി ആനന്ദ് ശ്രീബാല എന്ന പടമാണ് കഴിഞ്ഞത്. അത് ഉടനെ നെക്സ്റ്റ് മന്ത് റിലീസുണ്ട്. അപ്പോൾ എല്ലാവരും പടം പോയി കാണണം. കാരണം ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പടമാണ്. എനിക്കത് കാണാൻ വിശ്വസിക്കുക. ആ ഒരു മൈൻഡ് മതി മച്ചാനെ, പൊളിക്കുക അങ്ങോട്ട്, വേറെ ഒന്നുമില്ല. അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച്. വളരെ എന്താടാ അത് കണ്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും പൊളി. താങ്ക് യു സോ മച്ച്.
ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ 3 പേരുടെയും സാന്നിധ്യം ശരിക്കും നിങ്ങളുടെ 3 പേരും ഇന്ന് ഇവിടെ വരുമെന്ന് കിട്ടിയ ഉറപ്പ് മുതൽ നമ്മളെല്ലാവരും കാത്തിരിക്കാറുണ്ട് ഈ മൊമെൻറ്റിൽ. ഈ ഫ്ലയർ കണ്ടപ്പോൾ മുതൽ 5000 രൂപ വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്നു നിങ്ങളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒരുപാട് നന്ദി. സോ ബിഫോർ യു ലീവ് വുഡ് യു ലൈക്ക് ടു സേ സംതിങ് നവ്യ ചേച്ചി? എന്തോ അശോക് ചേട്ടൻ കാണിച്ചത് എന്നോട് കാണിക്കാൻ പറയരുത് കേട്ടോ. എന്താ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു. ഓക്കെ, വിഷു ഒരു കുഞ്ഞു കഥ പറയട്ടെ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, നമ്മളെല്ലാവരും ആരാധിക്കുന്ന എഴുത്തുകാരനാണ് ബേപ്പൂർ സുൽത്താൻ. അപ്പം അദ്ദേഹം പ്രേമലേഖനം എന്ന പുസ്തകം കുറേ പേരൊക്കെ വായിച്ചിട്ടുണ്ടാവും. പ്രേമലേഖനത്തിൽ കേശവൻ നായരും സാറാമ്മയുമാണ് 2 കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കേശവൻ നായരും സാറാമ്മയും 2 പേരും പരസ്പരം അഗാധ പ്രണയത്തിലായി. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരൊരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ടിട്ട് അവർ ഹോട്ടലിലെത്തി. അപ്പോൾ കേശവൻ നായർ ഉറക്കെ പറഞ്ഞു 2 ചായ. ഇത് കേട്ടപ്പോൾ തന്നെ കേശവൻ നായർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേശവൻ നായർ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കൊടുക്കുന്നത്. പ്രേമത്തിൻ്റെ ഒരു ശക്തി ആലോചിച്ച് നോക്കണം. അങ്ങനെ കേശവൻ നായർ ഇത് പറഞ്ഞത് കേട്ടതും സാറാമ്മയ്ക്ക് ദേഷ്യം വന്നു. സാറാമ്മ തിരിച്ചൊച്ചത്തിൽ പറഞ്ഞു 2 കാപ്പി. അതായത് സാറാമ്മയ്ക്ക് ചായ വേണോ കാപ്പി വേണോ എന്ന് കേശവൻ നായർ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ 2 കാപ്പി കേട്ടതോടുകൂടി കേശവൻ നായർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കേശവൻ നായർ കുറച്ച് ഒച്ച താഴ്ത്തിയിട്ട് പറഞ്ഞു എനിക്കൊരു ചായ. അപ്പോൾ തണുത്തിട്ട് സാറാമ്മ പറഞ്ഞു എനിക്കൊരു കാപ്പി. അങ്ങനെ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ബഷീർ ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. കേശവൻ നായർ ചായയും സാറാമ്മ കാപ്പിയും കുടിച്ചു. പിറ്റേന്ന് പതിവ് പോലെ വീണ്ടും സൂര്യൻ ഉദിച്ചു. അതായത് മതനിരപേക്ഷതയുടെ സൂര്യനാണ് ഉദിച്ചത്, മനുഷ്യത്വത്തിൻ്റെ സൂര്യനാണ് ഉദിച്ചത്. ഇന്നൊരു വിഷു ഇവിടെ പിറന്നപ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് സ്നേഹം എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത് മാനുഷികതയാണ്, പരിഗണനയാണ്. അതുപോലെ ഏതർത്ഥത്തിലും ബേപ്പൂർ സുൽത്താൻ്റെ ഏതൊരു വരി എടുത്താലും നമുക്ക് ഏത് തലത്തിലും അതിനെ മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മതനിരപേക്ഷത ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. മാനുഷികത ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. ഇന്ന് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഒരു പയ്യന് ഞാൻ നല്ല രസമുള്ള ദോശ ഉണ്ടാക്കി. അപ്പോൾ വിഷുക്കൈനീട്ടം കൊടുത്തു ഞാൻ. അപ്പോൾ പയ്യൻ്റെ പേര് അഫ്സൽ എന്നാണ്. അപ്പോൾ ഞാൻ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് ഞാൻ അയ്യോ വിഷു എന്ന് പറഞ്ഞു മലയാളികൾക്കെല്ലാം വിഷു ഉണ്ടല്ലോ ചേച്ചിന്ന്. അതാണ് മലയാളി. ഇവിടെ നമ്മൾ ജാതി മത ഭേദം ഒന്നുമില്ല. മലയാളികൾക്ക് വിഷുവും ഓണവും റംസാനും ഈദും ക്രിസ്മസും എല്ലാം ഒന്നാണ്. നോമ്പ് പിടിക്കുന്ന ഹിന്ദുക്കളും സദ്യ ഉണ്ണുന്ന മുസ്ലിങ്ങളും പള്ളിയിൽ പോയി ക്രിസ്മസ് കരോളിൽ ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരും ചേർന്ന നമ്മുടെ മലയാളികൾക്ക് ഈ വിഷു, ഈ വർഷം എല്ലാ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷമാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അനു, താങ്ക് യു സോ മച്ച് നവ്യ ചേച്ചി, അർജുൻ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നേരം കൂടി നിങ്ങളുടെ സാന്നിധ്യം കിട്ടിയാൽ അത്രയും സന്തോഷം തന്നെയായിരിക്കും ഈ ഇവന്റ് ത്രൂ ഔട്ട്. സോ താങ്ക് യു വൺസ് അഗൈൻ. ഒരു വലിയ കൈയടി ഫോർ ദീസ് മൾട്ടി സ്റ്റാറേഴ്സ് ഹു ഹാവ് ഗ്രേസ്ഡ് us tonight at Agosh 2024. ടിവി രംഗത്ത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ചിരി രാജാക്കന്മാരാണ് നിങ്ങളുടെ മുമ്പിൽ ആഘോഷ് 2024-ൽ ചേരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ചിരി രാജാവ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മൾ എല്ലാവരും കുടുകുടാ ചിരിപ്പിക്കുന്ന ശ്രീ നോബി ആൻഡ് ടീം. ഒരു ചെറിയ മ്യൂസിക് ആണ്, ഒരു ചെറിയ മ്യൂസിക് ഇടുവോ? ഇല്ലെങ്കിൽ സ്വന്തമായിട്ടിടാം. നമസ്കാരം കാസർഗോഡ്, സുഖമല്ലേ? ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അറിയാം കുറേ നേരം നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. എന്തായാലും ഞങ്ങളുടെ ടൈം ഇപ്പോൾ ആയതേ ഉള്ളൂ. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വിഷുവിൻ്റെ അന്ന് വേദിയിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. കൈനീട്ടം വേണ്ട, കയ്യടിയായിട്ട് ഇനി തരുമോ? ഇത് മതി ഒരു കലാകാരന് ഒരു വർഷം ജീവിക്കാൻ.
റേഷൻ അരി ആരെന്തെങ്കിലും കടമാച്ച് ഞാൻ മേടിച്ചോളാം, സാരമില്ല. ഈ സപ്പോർട്ട് വേണം തുടക്കം മുതൽ ഒടുക്കം വരെ. നവ്യ, അനു, അർജു, പിള്ളേർ പാടാൻ പറഞ്ഞു, നീ കേൾക്കാത്ത രീതിയിൽ നിന്ന്, സാരമില്ല, പൊക്കാൻ നമുക്ക്. അപ്പോൾ എന്നോടൊപ്പം കുറച്ച് പേര് വന്നിട്ടുണ്ട്, നമുക്ക് ക്ഷണിക്കാം. അതിലുപരി ഈ വിഷുവിന് ഇന്ന് വേദി ഒരുക്കി തന്ന അമൻറിയ ഇവൻസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ കുറച്ച് കലാകാരന്മാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അമൃത ടി വിയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയയായ ഒരു പുതിയ കലാകാരിയാണ് ജാസ്മിൻ മുന്ന. ഒരു നല്ല കൈഡി ജാസ്മിൻ കൊടുക്കാം. ജാസ്മിൻ. ഒരു കിലോമീറ്റർ ഉണ്ട് ഇനി പോകും. ഓക്കെ, അടുത്ത ഒരാളിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വർഷങ്ങളായിട്ട് കൊച്ചിൻ കലാഭവൻ എന്ന മിമിക്രി ട്രൂപ്പിലൂടെ വേദികളിൽ വന്നു, സിനിമകളിലൂടെ, കോമഡി പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായ അനുഗ്രഹീത കലാകാരൻ കലാഭവൻ ജയകുമാർ. ഒരു നല്ല കേടി ജയകുമാറാണ് നമ്മൾ കൊടുക്കണം. കലാഭവൻ ജയകുമാർ. അതുപോലെ തന്നെ കോമഡി ഷോകളിലൂടെ വന്ന മലയാള സിനിമയിലെത്തി നിരവധി ചലച്ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ അനുഗ്രഹീത കലാകാരൻ പ്രസാദ് മുഹമ്മ. ഒരു നല്ല കേടി പ്രസാദിന് കൊടുക്കണം. പ്രസാദ് മുഹമ്മ. അടുത്ത ആളിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒറ്റ പേര് കൊണ്ട് തന്നെ, കാരണം ഉടായ്പ്, ഒരാളെ എങ്ങനെ പറ്റിക്കാമെന്ന് നോക്കി നടന്ന, അങ്ങനെയാണ് അദ്ദേഹം മീഡിയയിലൂടെ ശ്രദ്ധേയനായത്. അങ്ങനെ മീഡിയയിലൂടെ വന്നു കോമഡി ഫെസ്റ്റിവൽ, നിരവധി ചലച്ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അനുഗ്രഹീത കലാകാരൻ. പാഷാണം ഇഷ്ടപ്പെടില്ല, പക്ഷേ പാഷാണം ഷാജിയെ മലയാളികൾക്ക് ഇഷ്ടമാണ്. കൈയടിച്ച് സ്വാഗതം ചെയ്യാം പാഷാണം ഷാജി. സാജു നവോദയ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. ഓക്കെ, കാരണം ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ എത്താനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം. അമ്മച്ചിയേ, സന്തോഷത്തിലുപരി നമ്മുടെ ജീവിതമാർഗം കൂടി ഇതാണ്. കുടുംബത്തിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇവിടെ ക്ഷണിച്ച അമൻറിയ ഇവൻസിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു. പോലെ നന്നായിട്ട് സ്ലിം ആയിട്ടുണ്ട്. എന്താണ് പരിപാടി? ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് ആണല്ലോ? ഞാനും ഡയറ്റിംഗ് ആണ്. നീ എന്ത് ചെയ്യണമെന്ന്? ഡയറ്റിങ്. ഇവൻ ഡയറ്റ് ചെയ്യണം. സത്യമായിട്ട് ഡയറ്റ് ആണ്. ആരും വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ? അമ്മ വിശ്വസിക്കണം. ഒരു ഉഗ്രൻ ഡയറ്റ് പ്ലാൻ ഉണ്ട്. അല്ല, നിന്റെ ഡയറ്റിന്റെ റൂട്ട് ഒന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, റൂട്ടുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിലിട്ട് ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ കയറിയതാണ്. നീ ഡയറ്റ് ചെയ്യണ ഡയറ്റ് പ്ലാൻ, എൻ്റെ ഡയറ്റ് പ്ലാൻ അന്ന് പറഞ്ഞ എങ്ങനെ പറഞ്ഞു തരാം. ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. നിങ്ങളതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ സ്കിപ്പ് ചെയ്യുക. അത് കറക്റ്റാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണമെന്നുള്ള നമ്മുടെ ഡയറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമ്മൾ എന്താ കഴിക്കണത്? ചോറ് തിന്നണം. എത്ര മണിക്ക്? 6:30. 6:30 ചോറ് തിന്നുന്ന? പിന്നെന്ത്, ചൂട് ചോറ് അടിപൊളിയാണ്, ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് കഴിച്ചേ പറ്റും. അത് വേണം നമ്മൾ. അത് ശരി, ഒരു പിടി ചോറ് കഴിക്കണം. പക്ഷേ ഒരു പിടി ചോറ് കഴിച്ചാൽ എങ്ങനെ വിശപ്പ് മാറണം? ഇല്ല, രാവിലെ സ്കിപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുകയല്ലേ, ഒരു പിടി ചോറ് കഴിച്ചിട്ട് ബാക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. ഇത് നിന്റെ റൂട്ടാണിത്. അതെ. ഇനി അടുത്ത അത് കഴിഞ്ഞിട്ടാ 6 മണിക്ക് 2 ചപ്പാത്തി. 2 ചപ്പാത്തിയൊക്കെ നമുക്ക് വിശപ്പ് മാറും. 2 ചപ്പാത്തിയാ? അതെ, 2 കിലോയുടെ 2 ചപ്പാത്തി, അപ്പം 4 കിലോ ആയില്ലേ. പിന്നെ 2 കിലോയുടെ ഉരുളക്കിഴങ്ങ് കയറി, അപ്പം 6 കിലോ ആയി മൊത്തം. 6 കിലോന്റെ ചപ്പാത്തി തിന്നുന്നു? അതെ. ഇത് ആരാ ഉണ്ടാക്കണത്? അമ്മ ചവിട്ടിയാണ് അത് കുഴക്കണത്? ഇല്ല, അമ്മ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് 2 കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ കഴിക്കണം? അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങും. അത് ശരിയാ, കറക്റ്റ് 8 മണിയാകുമ്പോൾ ഉറങ്ങണം. നമ്മൾ ഇത്രയും ഫുഡൊക്കെ കഴിക്കാതെ അത്രയും ഡയറ്റ് ചെയ്ത് നിൽക്കണല്ലേ, അത് നല്ല കാര്യമാണ്. അപ്പം രാത്രി മാത്രം ഭക്ഷണം കഴിക്കാത്തുള്ളൂ അല്ലേ? ഇല്ല, രാത്രി ചിലപ്പം വിശക്കും. അപ്പം ഞാൻ കഴിക്കും. അതെങ്ങനെ കഴിക്കും? നിങ്ങൾ തലയണക്കകത്ത് എന്താണ് നിറച്ചിരിക്കുന്നത്? പഞ്ഞി. ഞാൻ പൊരി അവല് മലരെല്ലാം കൂടെ തലയണക്കകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. കീറിയിട്ട് രാത്രി ശബ്ദം കേൾക്കാതെ തിന്നും. നല്ല കാര്യം. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോമാലിയിലെ ആൾക്കാർക്ക് പട്ടിണി ഉണ്ടാവില്ല. പിന്നെ അത്രയും ഭക്ഷണം പുറത്ത് ചാടും. അങ്ങനെ പറയല്ലേ, എക്സർസൈസ് ഉണ്ട്. രാവിലെ 5 മണിക്ക് എണീറ്റ് ഓടും ഞാൻ. അത് കറക്റ്റ്. ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ 5 മണിക്ക് എണീറ്റ് ഓടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എത്ര കിലോമീറ്റർ ഓടും? ഇല്ല, വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ. അതെന്തിനാ? പേരയ്ക്ക പറിക്കാൻ. രാവിലെ 5 മണിക്ക് പേരക്ക പറിക്കാനാ? അല്ലെങ്കിൽ വവ്വാലെടുത്തോണ്ട് പോകും. 5 പേരൊക്കെ രാവിലെ തിന്നണം, അതെനിക്ക് നിർബന്ധം. സംബന്ധിച്ച് ഈ ഡയറ്റ് നിങ്ങൾ ആരും പ്ലാൻ ചെയ്യണ്ട. കാരണം ഈ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് പോകുള്ളൂ.
അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് മുമ്പോട്ട് പോവാം. ഈ പുള്ളിക്ക് ഇച്ചിരി കണ്ട എന്നെ കളിയൊക്കെ പുള്ളിക്ക് ഈ ഇടയ്ക്ക് ഇത് സിനിമയിൽ പാട്ട് പാടിയതിനു ശേഷം പുള്ളിക്ക് ചെറുതായിട്ടൊരു ചെറിയ ജാട ഉണ്ട് കേട്ടോ ഈ പുള്ളിക്ക്. അല്ല, സിനിമയിൽ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാടി, സത്യമായിട്ടും ഞാൻ പാടിയതാണ്. അതെനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു പാട്ട് പാടുന്ന നല്ല കാര്യമല്ല. അതെ, പക്ഷേ ഇയാൾ പറയണത് നമ്മൾ പാടണൊക്കെ കോപ്പി. നമ്മൾ വല്ലപ്പോഴും ഒരു പാട്ട് പാടി ഇയാൾ പറയുന്നത് നമ്മളപ്പോൾ കോപ്പി. അല്ല, നീ എന്നല്ല, വേറെ ആര് പാടിയാലും കോപ്പി. ഞാൻ പാടുന്ന പാട്ടായിരിക്കും കറക്റ്റ് പാട്ട്. അതെന്താണ് സുഹൃത്ത് അങ്ങനെ പറയണേ? നീ കോപ്പി അല്ലാത്തൊരു പാട്ട് പാടിക്കുക, നിന്നെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കും ഇവിടെ നിർത്തി. ഞാനോ? ഞാൻ പാടുന്നത് കോപ്പിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കും. നീ പാടുന്ന പാട്ടിന്റെ കോപ്പി ഞാൻ പാടിത്തരാം. ഒന്ന് പിടിച്ചാലോ? ഓക്കെ, റെഡി, പാടും. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ, ആറാട്ടു നടക്കാറുണ്ടിവിടെ. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. തേരെ ബിനാ ബി ക്യാ ജീനാ, ഓ തേരെ ബിനാ ബി ക്യാ ജീനാ, ഓ സാഥി രേ തേരെ ബിനാ ബി ക്യാ ജീനാ. കറക്റ്റ്. നീ എവിടെ പാടി തുടങ്ങിയത്? ഇതിലേത് കോപ്പി ചെയ്തിരിക്കണം? ഇതിപ്പോ എവിടെ നിർത്തിയത് നീ? ഏതിൽ നിർത്തി? അതാ പറഞ്ഞ ആ പാട്ടിന്റെ കോപ്പിയാണ് ഈ പാട്ട്. തെറ്റിയാ? തെറ്റി. എവിടെ ചോദിച്ചോക്ക്. കോപ്പി ഇല്ലാത്തൊരു പാട്ട് നീ പാട്ട്. ഇല്ല, സല്യൂട്ട് അടിക്കാൻ പറ്റില്ല. എന്റെ വേറൊരു പൊണ്ട്, മിന്നാമിനുങ്ങി പൊണ്ട്. പാട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം, തരിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഇത് ആ പാട്ടിന്റെ കോപ്പിയായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ വരും. എല്ലാ സ്ഥലത്തും രക്ഷിക്കാൻ ഒരാൾ വരും. സാധാരണ സൂപ്പർ ഹീറോ ആണ് വരുന്നത്. എൻ്റെ സൂപ്പർ ഹീറോ ദളപതി വിജയ് ഒരു കൈഡിയോട്. ദളപതി ഉണ്ട് എന്നെ രക്ഷിക്കാൻ. ഹലോ സുഹൃത്തെ, അങ്ങനെ വിട്ടു തരില്ല. സല്യൂട്ട് അടിക്കാനും താല്പര്യമില്ല. ദളപതി ഉണ്ട്. അടാൽ തോട്ട ഭൂപതി നാനടാ, തോട്ട ഭൂപതി നാനടാ, ഒരു പട്ടുള്ള പാടത്തോട്ട് കേളടാ, അന്ന പട്ടുള്ള സംഗീതം കേളടാ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. ഇപ്പഴാ എടാ, നിനക്ക് ദളപതിയാണ്, എനിക്ക് ഗണപതി ഉണ്ട്. അല്ല, എന്നാലും സല്യൂട്ട് അടിക്കാൻ താല്പര്യമില്ല. കുഴപ്പമില്ല. ഏറെ ഹിറ്റായ ഒരു പാട്ടാണ്. ഒരിക്കലും അതിന് ഇന്നേ വരെ കോപ്പി ഇറങ്ങിയിട്ടില്ല. പാട്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും ചക്കുളി നാടാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും ചക്കുളി നാടാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും ചക്കുളി നാടാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും ചക്കുളി നാടാണ്. ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി ദിക്കളി സൂക്ഷിച്ചു, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി ദിക്കളി സൂക്ഷിച്ചു. പുല്ലാണേ പുല്ലാണേ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ, പുല്ലാണേ പുല്ലാണേ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി ദിക്കളി സൂക്ഷിച്ചു. ഇനി ഉണ്ടതിന്റെ പാട്ട്. എന്നാലും സല്യൂട്ട് അടിക്കാൻ താല്പര്യമില്ല. പുള്ളി ഗണപതിയെ പിടിച്ചപ്പം എനിക്കും ഉണ്ടെന്ന് പിടിക്കാനായിട്ട്. പാട്. എനിക്കും ഉണ്ടൊരു ദൈവം എന്നെ രക്ഷിക്കാൻ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ജനഗണമന അതിനായക ജയ ഹേ ഭാരത് ഭാഗ്യ വിധാതാ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ നിന്നെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കുന്നു. ഇത്രേ ഉള്ളു. പക്ഷേ ഇതൊക്കെ ഞങ്ങളൊരു തമാശക്ക് വേണ്ടി ഉണ്ടാക്കിയേട്ടാ. പല പല നല്ല പാട്ടുകൾ പാടുന്നവരുടെ നല്ല പാട്ടുകൾ എഴുതുന്നുണ്ട്. ഒത്തിരി പാട്ടുകൾ നമ്മുടെ മലയാള സിനിമയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മലയാള സിനിമയിൽ വരുന്ന പാട്ടുകളെല്ലാം വളരെ നല്ല പാട്ടുകളാണ്. എന്നാൽ ഒരു കാര്യം എന്നോട് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യം നീ ചോദിച്ചല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പുള്ളിയുടെ മുമ്പേ തോറ്റിട്ട് സല്യൂട്ട് അടിച്ചതല്ല. ദേശീയ ഗാനം കേട്ടാൽ ഞാൻ എവിടെ സല്യൂട്ട് അടിക്കും. കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു. എന്തായാലും നീ മനസ്സിലൊരാളെ വിചാരിച്ച
3 ചോദ്യം കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ആൻസർ പറയും. ആര്? ഞാൻ. GS പ്രദീപ് വിചാരിച്ചിട്ട് പറ്റില്ല, പിന്നെയാണ് നിങ്ങൾ. പുള്ളിക്ക് 50 ചോദ്യം കൊടുത്താലും പുള്ളിനെ കൊണ്ട് പറ്റൂല. ആണോ? 3 ചോദ്യം കറക്റ്റായിട്ട് ആൻസർ പറയും. ചോദിക്കുകയാണ്. ഞാൻ തിരിഞ്ഞേക്കാം. നീ ആരാന്ന് ഇവരെ കാണിച്ചു കൊടുത്തു. അവരടുത്ത് കാണിച്ചാൽ ഇവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇയാൾ തിരിഞ്ഞില്ലേ? ഓക്കെ, റെഡി? പറയല്ലേ. റെഡിയാ? ഇല്ല, പറഞ്ഞില്ല. കാണിക്കട്ടെ. ശരി. ഓക്കെ ഓക്കെ. ആ റെഡി. പിന്നെ ഇപ്പം നേരെ നോക്ക്. താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ഒരു മലയാളി? അതെ. പറ. താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ഒരു സിനിമാ താരം? അതെ. താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ആരടാ? മോഹൻലാൽ. കറക്റ്റ് അല്ലേ? ഇത്രയുള്ള 3 ചോദ്യം കൊണ്ട് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ഈ ഒരു ഈവന്റ് അടിച്ച് പൊളിക്കാം. അതിന് വേണ്ടി പെട്ടെന്ന് പോയി ഡ്രസ് ചെയ്ത് നമുക്ക് സ്കിറ്റിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ഹാപ്പി വിഷു പറഞ്ഞേ. ഇവിടെ മമ്മൂക്ക ഫാൻസ് എത്ര പേരുണ്ട്? ലാലേട്ടൻ ഫാൻസാ? അതെല്ലാത്തിനും വെക്കൂ. ഇനി വിജയ് ഫാൻസാ? ഇനി ഞങ്ങളെ പോലത്തെ ചെറിയ കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ എനർജി മാത്രം മതി. നമ്മൾ ഇനി മുമ്പോട്ട് പൊരിക്കാൻ പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക് യു. നോബി, ഞാൻ ആദ്യം പോവാം. ഒന്നും കൂടി ഹാപ്പി വിഷു. Please look that side. Look who's going to come. Enjoy this one from Paris, Lakshmi Abhi and team, ladies and gentlemen. नरम बड़ी 100 degree गरम पड़ी गरम जली
എന്തിൻ്റെ കുറവാണെന്ന് എനിക്കറിയാം. ബ്ലാക്ക് സിംബയുടെ കുറവാണ്. ബ്ലാക്ക് സിംബയുടെ ഫൗണ്ടേഴ്സ് എന്നോട് വന്ന് പറഞ്ഞു ഈ ഡ്രിങ്ക് നമ്മുടെ സ്വന്തം ഷോപ്രിക്സിൽ അവൈലബിൾ ആണെന്നുള്ളത്. ഷോപ്രിക്സ് നമ്മുടെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സിൽ ഒരു സ്പോൺസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റെഡി ഫോർ സെയിൽ. ആൻഡ് അത്യാവശ്യം എനിക്കും നന്നായിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട്. ഞാൻ ഇത് കുടിച്ചുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തതായി വേദിയിലേക്ക് വരാൻ പോകുന്നത് ആദ്യത്തെ ഒരു പെർഫോമൻസ് അദ്ദേഹം ചെയ്തതിന് ശേഷം ഇതുവരെ ഇരിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അമ്മാതിരി ഫാൻസ് വന്ന് സെൽഫി എടുക്കലും ഭയങ്കരമായിട്ടുള്ള ഇൻറ്ററാക്ഷനൊക്കെ കാരണം അദ്ദേഹം പറഞ്ഞു അടുത്ത പെർഫോമൻസ് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന്. എന്നാൽ it's time to welcome him again with his amazing group of girls. Ladies and gentlemen, please welcome Prajan, Pratap and team again. Come on baby, let's go on the bullet too. On the bellow pad, put down to it too. Come on baby, let's go on the bullet too. On the bellow pad, put down to it too. Anu kavalaya, nu kavali. बाबू मूवमेंट இல்லை only standing. जब मूव करे तू, जब ग्रूव करे तू, लाती है कयामत जवानी तेरी. जवानी तेरी, जवानी तेरी, जवानी तेरी. अकड़ी पिकड़ी तुकड़ी पिकड़ी what the അഭിനയിക്കാൻ പറഞ്ഞപ്പോ താൻ വസുമതിയായിരുന്നെങ്കിലും ഒന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം. ഞാനും വരട്ടെ
கருப்பு கூடி நெச்சி வச்சா நெஞ்சி வச்சு கண்ணாம் வச்சா இம்மா துண்டு வெட்கம் வச்சா தட்டுப்பட்டு என்ன பார்த்து கத்தா போல வந்தவள சுட்டுப்பட்டு ஊர பார்த்து கத்தா போல வந்தவள சுட்டுப்பட்டு ஊராத்தில தட்டுப்பட்டு நேரத்தில வட்டின்னு வட்டிய உச்ச கட்ட தொட்டவள ரஞ்சிதமே ஏ ரஞ்சிதமே ஏ ரஞ்சிதமே ரஞ்சிதமே மனசு காலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே முன்ன பூத்தக்கு பாவிக்கு கொஞ்சடமே வந்தது 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 மனசு சித்திரமே சித்திரமே நித்திர 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 மெதுக்கும் சித்திரமே சித்திரமே கட்டு மல்லி கட்டு வச்சா கல கலப்பா புட்டு வச்சா சித்திரன் ரெண்டு வச்சா சராப்பா இழுக்க வச்ச பொட்டில் உன்னையும் தூக்கி நத்திக்கு மடியில் வச்சவளே உச்சு கட்டு நேரத்துக்குள்ள உச்ச கட்டம் தொட்டவளே ரஞ்சிதமே 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 மனசு காலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே முன்ன புத்தட்டு போலிக்கு கொஞ்சடமே പാട്ടിന്റെ സ്പീഡ് ഇച്ചിരി കൂട്ടി പാടിയല്ലോ ഡാൻസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഡാൻസ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് വിഷു ആണ്, ഈദിന്റെ ടൈമാണ്. എല്ലാരും മനസ്സറിഞ്ഞൊന്ന് ഞങ്ങളുടെ കൂടെ പാടണം, ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തേ പറ്റുള്ളൂ. റെഡിയല്ലേ? ഒന്ന് ഉഷാറിട്ട് കയ്യട്ടല്ലേ തൂക്കി നെത്തിക്ക് പട്ടിയിലുണ്ട് വെച്ചവള് ഉച്ചക്കട്ട് നേരത്തുക്കുള്ള ഉച്ച കട്ട കൊട്ടവള് രഞ്ജിതമേ 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 മനസ്സ് കലക്ക് മന്ദിരമേ രഞ്ജിതമേ രഞ്ജിതമേ താങ്ക് യു സോ മച്ച് ശ്വേത ആൻഡ് ഗൗതം. നല്ലൊരു പാർട്ടി മൂഡൊക്കെ ഓണായില്ലേ? ഇനി ഞാൻ ഇടപെടണ്ടല്ലോ, നിങ്ങളായി നിങ്ങളുടെ പാർട്ടിയായി. ഓക്കെ, കുടുംബസമേതം ഒരു DJ പാർട്ടിക്ക് പോവാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്.
കേട്ടോ. എന്നാൽ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ മതി മറന്ന് ഇതുപോലെ നിങ്ങൾക്ക് ആഘോഷിക്കാനും ഡാൻസ് കളിക്കാനും അടിച്ചു പൊളിക്കാനുള്ള അവസരം കിട്ടാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ വേണ്ടി എത്തുകയാണ് പുതിയ രൂപവുമായി പുതിയ ഭാവവുമായി നോബി, പ്രസാദ് മുഹമ്മദ്, ജാസ്മിൻ മുന്ന, കലാഭവൻ ജയകുമാർ and team along with Pashanam Shaji once again. कुछ मारता देखिए ഹലോ എന്തായി കിടന്ന് കൂത്ത് കാണിക്കണത്? എന്ത്? നീ എന്താ ഇവിടെ കിടന്ന് തുള്ളണമെന്ന്? ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാ. ഡാൻസായിരുന്നെന്ന്? ആ എന്ത്? നിങ്ങൾക്ക് കൂത്തായിട്ടൊക്കെ തോന്നുള്ളൂ, കാരണം വിവരമില്ലല്ലോ. ഡാൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ അതിനെ കുറിച്ച് സംസാരിക്കുള്ളൂ. ശരി, ഭയങ്കര ഡാൻസ് അത്. അല്ല, നിങ്ങളെന്താ റെഡി ആവണില്ലേ? എവിടെ പോകാനായിട്ട്? ഇന്ന് വിഷു ആഘോഷമല്ലേ, പോണ്ടേ? ഞാനങ്ങും മന്നില്ല. ഇന്ന് എന്റെ ഡാൻസ് ഉണ്ടെന്ന്. അയൽക്കൂട്ടത്തിൽ കുറെ പെമ്പിള്ളേർ കിടന്ന് തുള്ള കാണാൻ വേണ്ടിയില്ല, ഞാനങ്ങും മന്നില്ല. നിങ്ങൾ വാ മനുഷ്യ. ഞാൻ വരില്ലെന്ന്. വരത്തില്ലല്ലേ? ഇല്ല. നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാനേ അമ്മാവനെ വിളിച്ചിട്ടുണ്ട്. അമ്മാവനെ? ആ എന്തേ പേടിയൊന്നുണ്ടാ? അതുകൊണ്ട് മര്യാദക്ക് എന്റെ കൂടെ വന്നോ. ഞാൻ വരില്ല. വരത്തില്ലല്ലോ? വരില്ല. അമ്മാവൻ വരട്ടെ. ദേ വരുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. മുരളി, എന്താ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? ഞാൻ വന്നില്ല പരിപാടി കാണാൻ. നീ വരുന്നില്ല? ഇല്ല. വിഷുവായിട്ട് ഇവിടെ ഡാൻസ് കാണാൻ നീ വരുന്നില്ല? ഞാൻ വരില്ല. എടാ, ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ അറിഞ്ഞടാ. നിന്റെ അയൽവാസിയായ മുരളി മുണ്ടൂരി നിന്ന് വാട്സപ്പ് കോളിൽ എല്ലാം കാണിച്ചു തന്നു. എൻ്റെ അമ്മാവന് നാണയില്ലേ ആരെങ്കിലും മുണ്ടൂരി കാണിച്ചാൽ നോക്കിക്കാനായിട്ട്? അതല്ലെന്ന്, പാലക്കാട് മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ നമ്മൾ വാട്സപ്പ് കോളിൽ എല്ലാം കാണിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ പരിപാടി കാണാൻ വരില്ല. നീ വരത്തില്ല? ഇല്ല. എടാ, നിനക്ക് ചുമ്മാ കെട്ടിച്ചെന്നല്ലടാ, 4 ആൾ അറിഞ്ഞാണ് നിന്നെ ഇവിടെ ഞാൻ കെട്ടിച്ചെന്നറിയാവോ? പിന്നെ നാട്ടുകാർ തെങ്ങ പിടിച്ചിട്ടാ കെട്ടിച്ചത്, 4 ആൾ അറിഞ്ഞ്. എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ഇതൊന്നുമല്ല. നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് പിന്നെ എങ്ങനെയാ? എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവ്യമാധവന്റെ കണ്ണ്, നവ്യ നായരുടെ ചുണ്ട്, കിട്ടും മഞ്ജു വാര്യരുടെ കവിള്, നോക്കി ഇരുന്നേച്ചാലും മതി. ഹണി റോസിന്റെ പറയല്ലേ, ഹണി റോസിന്റെ എന്താന്ന് കുഞ്ഞു നിൽക്കുന്ന പറയല്ലേ, ഹണി റോസിന്റെ പറയല്ലേ, പറയല്ലേ, ഹണി റോസിന്റെ കേശഭാരം. അതായിരുന്നോ അമ്മാവനെന്താ ഉദ്ദേശിച്ചത്? ഞാനും ആ ഭാരം തന്നെ ഉദ്ദേശിച്ചേ. എന്തായാലും ഞാൻ വരില്ല. നീ വരുന്നില്ല? ഇല്ല. എടാ, നീ ഇന്നേ വരെ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോടാ? എന്തോ? ഈ കുടുംബത്തിന് വേണ്ടി ഇന്നേ വരെ നീ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ താടി വളർത്തോ ഷേവ് ചെയ്യണല്ലോ ഇപ്പൊ. നീ വരുന്നില്ല? ഇല്ല. എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ പോകും. വയ്ക്കോ. ബാ മോളെ, വിഷുവായിട്ട് നിന്നെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കൊണ്ടുപോകാ. ഒന്നുകൂടെ ചോദിക്കാൻ വരുന്നുണ്ടോ? ഞാൻ വന്നില്ല, പോയെങ്ങോടെങ്കിലും. എന്റെ ദൈവം, ഈ സാധനം ഒന്ന് പോയിട്ട് വേണം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഹലോ ഹലോ, എവിടെയാണ്? എവിടെയാ വരണ്ടേ? വൈഫും അമ്മാവനൊക്കെ പോയി, ഞാൻ ഒറ്റക്കുള്ളൂ. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? എന്താ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഞാൻ ഒറ്റക്കുള്ളൂ. വാ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരണേ. അത് ഞാനും ആദ്യമായിട്ട് തന്നെ. വാ ഇങ്ങോട്ട്. എനിക്ക് ഭയങ്കര പേടിയാ, അതുകൊണ്ടാ. ഒന്നും പേടിക്കണ്ട, ഞാൻ പാവണം. ഇങ്ങോട്ട് വാ. എവിടെ വീട്? അപ്പൊ ഞാൻ അങ്ങോട്ട് കേറി വരട്ടെ? എന്താ? കേറി വരട്ടെ? ആ ഓക്കെ, വാ. എന്റെ എങ്ങോട്ട് പോണേ? ഫേസ്ബുക്കിലൂടെ നമ്മൾ ഫ്രണ്ടായിട്ട് പരിചയപ്പെട്ടില്ലേ? ഇരുമായിരുന്നു അത്. അതെ, കഷ്ടമുണ്ട് കേട്ടോ ഉണ്ണിയേട്ടാ, കഷ്ടമുണ്ട് കേട്ടോ ഉണ്ണിയേട്ടാ. എന്താ തള്ള പറയണത്? ഇങ്ങ് വന്ന ചേട്ടാ. ഞാൻ വരില്ല. നമ്മൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ചേട്ടന് ചുമന്ന പടമുള്ള വെറ്റിലയുടെ പടമൊക്കെ എനിക്ക് അയച്ചു തന്നില്ലേ? പൊന്നെ തേനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയാ പറയണേ. തള്ള പറയണത് അതെ, ഇങ്ങനെയാ ഈ ആണുങ്ങളുടെ സ്വഭാവം. ഇങ്ങനെയാ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുമ്പോ ഒന്നും മിണ്ടില്ല, എന്നിട്ട് ചാറ്റ് ചെയ്യും.
ഇത് ഏത് കോവിലത്ത് ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കൂട്ടോ. അല്ലെ പ്രൊഫൈൽ പിക്ചറിൽ നയൻതാര ഏട്ടനാണെന്നൊന്ന് ഹെലികോപ്റ്ററിൽ വരുന്നുണ്ട്, ഞാൻ പോകും കേട്ടോ. എവിടെ പോണ്? എവിടെ? ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോ. എന്തുവാ? എത്ര വയസ്സുണ്ട് എനിക്ക്? ഈ ചിങ്ങം വരുമ്പോ 56 വയസ്സാണ്. എന്റെ ദൈവം, എന്റെ മൂത്തമ്മയുടെ അതേ പ്രായം. ഒന്ന് പോ. ഇങ്ങ് വാ. എനിക്ക് പേടിയാ. ഇങ്ങ് വാ ഏട്ടാ. ഇല്ല, ഞാൻ വരില്ല. ഓയാ കമാൻ ബേബി ഓയാ. ഇതെന്തൊക്കെ പറയണത്? അതൊക്കെ ഞാനേ ഒരു ദിവസം ഗൾഫിൽ പോയപ്പോ അവിടെ ഒരു വെന്റിലേഷൻ വഴി കണ്ടതാ. ഓയാ കമാൻ ബേബി ഓയാ. ഒന്ന് പോതല്ല, ഞാൻ വന്നില്ല, എനിക്ക് പേടിയാ. ഓയാ കമാൻ ബേബി ഓയാ. ഇങ്ങ് വാ. ഇത് കഷ്ടമായില്ലേ? എന്നെ ഇങ്ങനെ കഷ്ടമുണ്ട് കേട്ടോ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു തറവാട്ടിൽ പിറന്ന കുട്ടിയാണ്. അണ്ണാ വീഡിയോ ഇട്ടാ. എന്റെ വൈഫൊക്കെ അവിടെ നിന്ന് ഇപ്പൊ വരും, അതാണ് പോയിക്കോ. വൈഫൊക്കെ വരും. അങ്ങനെ പോവില്ല. ഒന്ന് എന്നെ നോക്കിക്കേ കറക്റ്റായിട്ട്. എങ്ങനത്തെ ചുണ്ടാന്ന് എന്നോട് പറഞ്ഞത്? എങ്ങനത്തെ ചുണ്ടാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തത്തമ്മ തക്കാളിപ്പഴം പോലത്തെ ചുണ്ടാണെന്നല്ലേ. കോട്ടംപുള്ളി ഉണങ്ങിയ പോലത്തെ ചുണ്ടും വെച്ചിട്ട് തത്തമ്മന്ന്. ഒന്നിറങ്ങിപ്പോ, എന്ത് വേണമെങ്കിൽ തരാം. ഇങ്ങ് വാ. ഇല്ല, ഞാൻ വരില്ല. ഞാൻ വരില്ല, എനിക്ക് പേടിയാ. ഞാൻ വരില്ല. കഷ്ടമുണ്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് വരുന്നിട്ടോ. ഇല്ല, ഞാൻ മിണ്ടില്ലേട്ടോ. ഞാൻ ഇങ്ങനെ വരില്ലട്ടോ. ഞാൻ പോകൂട്ടോ. ഞാൻ വരില്ല, മിണ്ടില്ലേട്ടോ. ഇത് മൊത്തത്തിൽ ടോയാണല്ലോ ഇത്. ഏട്ടാ. എന്തോ? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? എനിക്ക് ഏട്ടനെ ഭയങ്കര ഇഷ്ട. എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു നേരത്തെ. ഇപ്പൊ ഇത് എന്താ വന്നേക്കണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങ് വാ മച്ചാനെ. ഇങ്ങ് വാ മച്ചാനെ. ഞാൻ വരില്ല മച്ചാനെ, ഇങ്ങ് വാ. ഞാൻ വരില്ല. മച്ചാനെ വാ, എൻ മച്ചാനെ വാ. മച്ചാരും കാണാതെ അച്ചാരം താ. നെഞ്ചിൽ മാതത്താളം പഞ്ചബാണന്റെ മേളം. ആവാഹ സ്വാഹായ ജപിച്ചിടും കുട്ടുക്കുമായി വാ വാ. വരം താത്ത ഇത് പൂജ മഹാരാജ. മച്ചാനെ വാ, എൻ മച്ചാനെ വാ. ഇതിപ്പോ അവർ വീട്ടിൽ കണ്ടോണ്ടുന്ന വിഷയാവും. ഒന്ന് പോ. ഇങ്ങ് വാ. ഇല്ലെന്ന്. അയ്യാ കമാൻ ബേബി ഓയ്യാ. ഇതെന്തായി പറഞ്ഞ പെണ്ണുമുള്ള? ഏട്ടാ, ഞാനൊരു കാര്യം കേട്ടേ. ഏട്ടൻ നമ്മള് എന്താണോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടപ്പം ഏട്ടൻ നമുക്ക് റീൽസ് ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നോ? റീൽസാ? നമുക്ക് റീൽസ് ചെയ്യാട്ടോ. ഞാനില്ല. അത് വൈറലാകും. ഞാൻ അന്നേരം പറഞ്ഞെന്നുള്ളൂ, ഇപ്പൊ എനിക്ക് പറ്റില്ല. അത് ഒരു പാട്ട് റീൽസ് ചെയ്യാട്ടാ. ഏത് പാട്ടാ? നമുക്ക് ഗുണിയിലെ പാട്ട് റിലീസ് ചെയ്യാം. എന്തിലെ പാട്ട്? ഗുണിയിലെ പാട്ട് റിലീസ് ചെയ്യാം. കാര്യമായിട്ട് പറ, എന്ത് പാട്ടാ? ഗുണ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിലെ പാട്ട് റിലീസ് ചെയ്യാന്ന്. അതാ, വെച്ചോ. ഞാനിവിടെ നിന്നോളാം, വെച്ചോ. റീൽസ് ചെയ്യാട്ടോ. അയ്യോ, അവരിപ്പോ വരും. അയ്യോ, രസമായിട്ട് ഇത് വൈറലാകും. ആരുടെയെങ്കിലും വൈറലാകും. മിക്കവാറും ആവാൻ സാധ്യതയുണ്ട്. എന്റെ ഭാര്യ ഇപ്പൊ വേഗം വീട്ടിൽ പോ. അങ്ങനെ പറയില്ലേ. എന്തിനാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആണുങ്ങൾക്കുള്ള ഒരു കുഴപ്പം ഇതാ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടും, എന്നിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, എന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ട് അവര് ചാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരുമ്പോ ഒരുമാതിരി ഫിഗർ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെടും. നയൻതാരയുടെ ഫോട്ടോ ഇല്ലേ കിടന്നുവെച്ചത്? ഏട്ടാ, ഇങ്ങ് വാ. ഇങ്ങ് വാ. എന്താണ് കിടന്ന് കുഴയണത്? കമാൻ ബേബി. കമാൻ ബേബി. എവിടെ വിളിച്ചാലും ഞാൻ വരാം, പക്ഷെ ആ ഭാഷ മാത്രം പറയരുത്. ഓക്കെ. പിന്നെ ഞാൻ പണ്ട് നമ്മുടെ സ്കൂൾ കലോത്സവം. സ്കൂൾ കലോത്സവം?
അതായിരുന്നാ? അതിൽ ഞാൻ പാടിയൊരു പാട്ട് പാടട്ടെ? ഇനി പാട്ടും പാടുവോ? ഏട്ടൻ മിക്കവാറും എനിക്ക് വീഴും. അണ്ണ ബീഡി ഉണ്ടോ അണ്ണ? ബീഡിയാ? എന്താ ബീഡി വേണമെന്നാ? തെറ്റാണോ അങ്ങനെ ചോദിക്കണേ? എന്റെ പൊന്നെ, തെറ്റാണോന്നാ? പാട്ട് പാട്, പാട്ട് പാട്. ഞാൻ ഒരു പാട്ട് പാടാം. സ്കൂൾ പെട്ടെന്ന് തീർക്കോട്ടെ, അവര് പോരും. പാടിയൊരു പാട്ടാണ്, അടിപൊളി പാട്ടാണ്, എല്ലാവരും ഒന്ന് കൈയടിക്കണേ. പിന്നെ ഏട്ടാ എന്ത് രസാ ഏട്ടനെ കാണാൻ. അയ്യോ, എങ്ങനെയാണ് പാട് തീർക്ക്. ഇതെവിടെ പോണ? വഴക്കിട്ട് പോണോ? താഴെ പോയി. ഇതെന്താണിത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അത് അടക്കാനായിട്ട്. അയ്യോ, മറ്റേ സാധനം എടുക്കാൻ മറന്നു. എന്ത് സാധനം? മറ്റേ വലിവിനടിക്കണ. അയ്യോ, ശ്വാസം മുട്ടലുള്ള തള്ളയുടെ കിടന്ന് കാണിച്ചത്. അയ്യോ എന്റെ പൊന്നെ, അയ്യോ എന്റെ വൈഫ് വന്ന്. വൈഫ് വന്ന്. അകത്തോട്ട് പോ. ഈശ്വര, പോയാ? മനുഷ്യ പോയില്ലേ? നീ എന്നാ? നിങ്ങൾ ഇന്ന് കണി കണ്ടിട്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു എന്റെ ഡാൻസ് നടക്കൂലെന്ന്. എന്തു പറ്റി? വണ്ടിയുടെ ടയർ പഞ്ചറായി പോയി. നടന്നില്ലേ? അന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ബാബ പരിപാടിക്ക് പോവാ. അമ്മാവനോട് നിക്ക്, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ചായ ഇട്ടുണ്ടോ? അമ്മാവന് തന്നെ ചായ? അമ്മാവന് ചായ വേണ്ട. ചായ വേണം. ഞാനിപ്പോ സ്വിഗ്ഗിയിൽ ജ്യൂസ് ഓർഡർ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, ഞാൻ ചായ ഇട്ട് കൊടുത്തോളാം. അല്ല, ചായ വേണ്ടെന്ന് അമ്മാവന്. ചായ വേണോന്നാ? ചായ ഇട്ടോണ്ട് പാടി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഇത്ര പരവേശം കാണിക്കണേ? എന്ത് പരവേശം? എനിക്ക് എന്തൊരു വെപ്രാളുണ്ടല്ലോ. ഒന്നുമില്ല, എനിക്ക് എന്നോട് കള്ളം പറയരുത്. കൊന്നാലും ഞാൻ സത്യം പറയാൻ. എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ മാറ്. അമ്മാവ ചായ ഈ സമയത്ത് കുടിക്കണം. വേണം. അതിനകത്തൊരു പെൺപ്രേതം. പെൺഡ്രൈവാ? അതിനകത്തൊരു പെണ്ണ്. അതാരത്? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കറിയില്ലേ? എനിക്കറിയില്ല. നിങ്ങൾ വിളിച്ചു വരുത്താൻ ഞാനല്ല. ഇങ്ങോട്ട് വിളിക്കാൻ. അത് ശരി, ഞങ്ങളില്ലാത്ത സമയം നോക്കി നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ കട്ടിലടി വിളിച്ച് കയറ്റിരിക്കല്ലേ? വിളിയടാവളെ. അവൾ ആരാടാ? നയൻതാരയാണോ? എനിക്കറിയില്ല. ജാസ്മിനാണോ? വിളിയടാ. ഈ തറവാട്ടിൽ ഇന്നേ വരെ അമ്മാവനൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഇന്ന് ഇവിടെ വെട്ട് നടക്കും. അവളെ വിളിക്കടാ, വിളിച്ചു വരുത്തടാ, അവളെ തീർത്തുകളെയും. വിളിയടാവളെ, വിളിക്കടാവളെ, വിളി. പൊക്കി 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 പൊക്കി. ആണോ? നിങ്ങളല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്? കുമാരേട്ടാ, എവിടെയായിരുന്നു ഇത്രയും കാലം? ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. 500 നോട്ടാണെന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് ഒക്കെ തന്ന് പറ്റിച്ചൊക്കെ എനിക്കറിയാം. അതൊക്കെ വീട് ആ കേസ് വീട്. ഞാൻ ഇവിടെ മോളെ ഇലക്ഷൻ ആയതുകൊണ്ടൊന്നും പരിചയപ്പെടുത്തുന്നില്ല. അതൊക്കെ വീട്. മോളെ, ഒരു കുടുംബമാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. അത് തരണം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അമ്മാവൻ പോയിട്ട് വേറെ ദിവസം വരാം. ഏട്ടാ, അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് പോകാൻ പറ്റുമോ ഏട്ടന്? പറ്റുമോ? അമ്മാവാ, ഇതെന്താ പരിപാടി? മോനെ, എല്ലാരും ഒരേ സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അതായി പറഞ്ഞത്. അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കുകയല്ലട്ടാ.